ഹായ് ഹലോ കൂട്ടുകാരെ, സ്വന്തനം 2-ൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവിയാണ് ഈ വീട്ടിലെ പല പ്രശ്നങ്ങൾക്കും കാരണമെന്നുള്ള കാര്യം ആനന്ദ് മനസ്സിലാക്കുന്നു. ഇക്കാര്യം ആനന്ദ് തൻ്റെ സഹോദരങ്ങളോടൊപ്പം സംസാരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ദേവിയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ആനന്ദ് പറയുമ്പോൾ ചേട്ടത്തിയോട് ഇതൊന്നും പറയണ്ട എന്ന് ആര്യനും ആകാശും പറയുന്നു. കടലിലെ വെള്ളം വേണമെങ്കിൽ വറ്റിക്കാം, പക്ഷേ ദേവിയിടത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും നേർവഴിക്ക് നടക്കാനും നയിക്കാനും പറ്റില്ല എന്നുള്ള കാര്യവും ആര്യൻ മനസ്സിലോർക്കുന്നു. പിന്നീട് ആനന്ദ് ദേവിയുമായി സംസാരിക്കുകയാണ്. ഹണിമൂണിന് തങ്ങളെ മാത്രം പോവാൻ അനുവദിച്ചതും മറ്റുള്ളവരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ബാലൻ പറഞ്ഞതിൻ്റെയും വിഷമമാണ് ആനന്ദിന്. ആകാശിനും ആര്യനും ഇതുവരെയും ഒരു ഹണിമൂൺ കിട്ടിയിട്ടില്ല. എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു യാത്രയാണ് ആനന്ദിന് സന്തോഷം. അതേസമയം ദേവി പറയുന്നത് ഹണിമൂണിന് ആനന്ദും ദേവിയും മാത്രം പോയാൽ മതിയെന്നും മനസ്സിന് ഒരു സന്തോഷം ലഭിക്കാനാണ് ഹണിമൂണിന് പോകുന്നതെന്നും അവിടെ എല്ലാവരും കൂടി വന്നാൽ ശരിയാകില്ല എന്നും ദേവി പറയുന്നുണ്ട്. തേക്കടിയിലൊക്കെ പോയി ഒന്ന് കറങ്ങി വരുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞ് ആനന്ദിനെ ആശ്വസിപ്പിക്കുകയാണ് ദേവി. ഇതേസമയം ആകാശ് മീനാക്ഷിയോട് അച്ഛൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണ്. കടയിൽ വെച്ച് എല്ലാ ദിവസവും തന്നെ അപമാനിക്കാറുണ്ടെന്നും ഇതിപ്പോൾ സഹിക്കാൻ പറ്റാത്ത നിലയിലേക്ക് എത്തിയെന്നും ആകാശ് മീനാക്ഷിയോട് തുറന്നു പറയുന്നു. അതേസമയം അച്ഛൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്നും ഇതുമായി നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാലേ പറ്റൂ എന്നും പറഞ്ഞ് മീനാക്ഷി ആകാശിനെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. ഇതേസമയം മീനാക്ഷിയുടെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് റെസ്റ്റിൽ എടുക്കുന്ന അച്ഛന് മീനാക്ഷിയെയും ആകാശിനെയും കാണാൻ ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം മീനാക്ഷിയുടെ അമ്മയോട് പറയുകയാണ് അച്ഛൻ. അതിനുശേഷം മീനാക്ഷി വീണ മേഡവുമായി സംസാരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. ഇവിടെ ഈ പേപ്പർ ദേവിയാണോ എടുത്തു മാറ്റിയത് എന്നുള്ളൊരു സംശയം വീണ മേഡവുമായി മീനാക്ഷി പങ്കുവയ്ക്കുന്നുമുണ്ട്. പിന്നീട് കൃഷ്ണമംഗലത്തിലുള്ള എല്ലാവരും മീനാക്ഷിയുടെ പേപ്പർ തിരിച്ചു കിട്ടിയ വിവരം അറിയുന്നു. അങ്ങനെ കൃഷ്ണമംഗലത്തുള്ള എല്ലാവരുടെയും സന്തോഷം പോയിട്ടുണ്ട്. മീനാക്ഷി ജോലിയിൽ നിന്നും പുറത്താകില്ല എന്നറിഞ്ഞതോടുകൂടി കൃഷ്ണമംഗലത്തിലെ എല്ലാവരും ദുഃഖത്തിലാണ്. ഇതേസമയം ബാലൻ കടയിലേക്ക് വന്നപ്പോൾ ബാലൻ്റെ മുഖത്ത് കാണാൻ സാധിക്കുന്ന ഒരു സന്തോഷം കണ്ട് രാമേട്ടൻ ചോദിക്കുകയാണ്, പ്രശ്നങ്ങളൊക്കെ മാറിയോ എന്ന്. അപ്പോൾ ബാലൻ പറഞ്ഞു, പ്രശ്നങ്ങളൊക്കെ മാറി, ഇപ്പോൾ മനസ്സിന് വളരെ സന്തോഷം ലഭിക്കുന്നു എന്നും ഇന്ന് രാത്രി തനിക്ക് സുഖമായി ഉറങ്ങാമെന്നും രാമേട്ടനോട് ബാലൻ പറയുന്നു. അത് കേട്ടപ്പോൾ രാമേട്ടൻ ചോദിക്കുകയാണ്, മീനാക്ഷിയുടെ പേപ്പർ കളഞ്ഞു പോയതിൽ ബാലൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന്. ഈ അവസരത്തിൽ ബാലൻ സത്യമെല്ലാം തുറന്ന് പറയുകയാണ്. അറിയാതെയാണെങ്കിലും മീനാക്ഷിയുടെ പേപ്പർ കളഞ്ഞു പോയതിൽ താനും ഒരു കാരണക്കാരനാണ്. പക്ഷേ ഇപ്പോൾ പേപ്പർ തിരിച്ചു കിട്ടി, അവളുടെ ജോലി നഷ്ടപ്പെടാത്തതിൽ തനിക്ക് വളരെ വളരെ സന്തോഷമുണ്ടെന്നും ബാലൻ പറയുന്നു. അതേസമയം ഇക്കാര്യം രാമേട്ടനും ബാലനോട് പറയുകയാണ്. മറ്റുള്ളവരും ഇത് ചെയ്യുന്ന ചെറിയ ചെറിയ കുറ്റങ്ങൾക്കാണ് ബാലൻ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മറ്റുള്ളവരും ബാലനെ കണക്ക് തന്നെ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ബാലനോട് രാമേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കുന്നു. മക്കളെയെല്ലാം ഒരേ കണ്ണിൽ കൂടി കാണണമെന്ന് കൂടി രാമേട്ടൻ ബാലനോട് പറയുന്നുണ്ട്. വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിനെത്തിയ ധർമ്മനും ഇക്കാര്യം ഗോമതിയോട് പറയുന്നു. ആനന്ദിനെ മാത്രം ഹണിമൂണിന് അയക്കുകയും മറ്റ് രണ്ടുപേരെ അയക്കാതിരിക്കുകയും ചെയ്യുന്നത് അവരോടുള്ളൊരു വിവേചനമാണ്. ഒരു നാൾ ഈ കാര്യം വളരെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ധർമ്മൻ ഗോമതിക്ക് നൽകുകയാണ്. പിന്നീട് വൈകിട്ട് ബാലൻ വീട്ടിലെത്തിയപ്പോൾ ഗോമതിയും ഇക്കാര്യം ബാലനെ അറിയിപ്പിക്കുന്നുണ്ട്. ആനന്ദ് നിങ്ങളെ അനുസരിക്കുന്നത് കൊണ്ട് ആനന്ദിന് വേണ്ടി മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതേസമയം ആര്യനും ആകാശിനും വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. ഇന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗത്തിലിരിക്കേണ്ട ആളാണ് ആകാശ്. ആ ആകാശിനെ അതിനുപോലും വിടാതെ ഗോമതി സ്റ്റോഴ്സിലെ ചാക്ക് ചുമട്ടുകാരനാക്കി മാറ്റിയത് നിങ്ങളാണെന്ന് കൂടി ഗോമതി ബാലനോട് പറയുന്നിടത്ത് വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.